ഇത് ആരായി വരുന്നേ? ഒരു ചേച്ചി അല്ലേ? നല്ല ഐശ്വര്യം ഉണ്ടല്ലോ കാണാൻ. പെട്ടെന്ന് വലിയ കുട്ടിയായി. ഇത് ഒരു വലിയ ചേച്ചിയെ പോലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നി ഈ സെറ്റ് മുണ്ട് കൊടുത്തിട്ട്. ശിവകാമിക്കുട്ടി വലിയൊരു ചേച്ചിയായിട്ട് ഒരു 18-20 years മോളിൽ ആ ഒരു പ്രായം. അപ്പൊ എന്നെ കഴിഞ്ഞ് അത് ഞങ്ങൾ സങ്കല്പിക്കുകയാണ്. അതെ, ആ ഒരു സമയത്ത് എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങളുടെ മനസ്സിൽ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 2 ആഴ്ച കൊണ്ട് 2 അടി പൊക്കം കൂടിയിട്ടുണ്ട്. മുടി വളർന്നല്ലോ. തിരിഞ്ഞ മുടിയൊന്ന് കാണട്ടെ. ഇത് കണ്ടില്ലേ? അപ്പൊ പൂ എങ്ങനെയാ? പ്ലാസ്റ്റിക് മുടിയാണെങ്കിലും പ്ലാസ്റ്റിക് പൂവാണെങ്കിലും നല്ല ഐശ്വര്യം കാണാൻ. ശിവകാമിക്കുട്ടി ഒറിജിനൽ. കഴിഞ്ഞ ദിവസം പാടാനായിട്ട് എല്ലാം റെഡി ആയിട്ട് വന്നതാണ് നമ്മുടെ കുഞ്ഞ്. പക്ഷെ അപ്പോഴാണ് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ വന്നത് അല്ലേ? അപ്പൊ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറി അല്ലേ? അപ്പൊ അതാണ് നമുക്ക് വളരെയധികം സമാധാനമുള്ളത്. നമ്മുടെ കുഞ്ഞ് ഈസ് ബാക്ക്. അത് മാത്രമല്ല, മുന്നത്തേനേക്കാൾ നന്നായി സംസാരിക്കുന്നുണ്ട്. പുതിയ എക്സ്പ്രഷൻ മാറി. അതിപ്പോ വീട് പോലെ കൊറേ പാട്ടൊക്കെ പാടി എല്ലാരും പരിചയമായി എല്ലാരും. ശരി, അപ്പൊ നമുക്ക് പാട്ട് പാടാം അല്ലേ? അതെ, നല്ലത് അല്ലേ? കൂടെ വന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് കോട്ടയത്തുനിന്ന് ഗോപിനാഥൻ അങ്കിളും ശോഭൻ. ഇവരൊക്കെ ആരാ? ഇത് എന്റെ വീട്ടിൽ കാണാൻ വന്നതാണ്. ആണോ? കോട്ടയത്തുനിന്ന്. ശിവകാമിക്കുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട്, ശിവകാമിക്കുട്ടി ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ വന്നതാണ്. നേരിട്ട് പാട്ട് കേൾക്കാനായിട്ട്. അപ്പൊ ഗോപിനാഥ് സാറിനും ശോഭ മാഡമിനും നമസ്കാരം. നമ്മുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യം അല്ലേ? സംഗീതം ആരൊക്കെ തമ്മിലാണ് ഒന്നിപ്പിക്കുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അതാണ് മ്യൂസിക്കിന്റെ ഒരു വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ വന്നതിന് താങ്ക്സും പ്രോത്സാഹിപ്പിക്കാൻ. സോ മച്ച്. അപ്പോ കുഞ്ഞെ ഏതാണ് പാട്ട്? കതിവനൂർ വീരനെ. കല്ലറ ഗോപൻ ചേട്ടൻ പാടിയതല്ലേ? ഗോപൻ ചേട്ടന് ഒരു വലിയൊരു നമസ്കാരമുണ്ട്. ഞാൻ ഏറെ 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 ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചേട്ടനാണ് ഗോപൻ ചേട്ടൻ. ഒരു അസാധ്യമായിട്ടുള്ള ഒരു കലാകാരനാണ്. പാട്ട് മാത്രമല്ല, അദ്ദേഹം തമ്പുരു ഇല്ലേ, നമ്മുടെ തമ്പുരുവിൽ അദ്ദേഹം പാട്ടുകൾ വായിക്കും. ഭയങ്കര അത്ഭുതമാണത്. വേറൊരു കഴിവും കൂടി ഉണ്ട്. പാട്ട് ഈ അക്ഷരങ്ങൾ തിരിച്ചു പാടും. എന്നിട്ട് പണ്ട് റെക്കോർഡർ ഉണ്ടായിരുന്നില്ലേ, അതിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോ ശരിക്കും പാട്ട് തന്നെ പാട്ട് പ്ലേ ആവും. വേണമെങ്കിൽ മുഴുവനും വേണമെങ്കിൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കേൾപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ. അതെ, വലിയൊരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് പാടിയിരിക്കുന്നത്. ഇപ്പൊ ഈയിടെ അദ്ദേഹത്തിന് ബെസ്റ്റ് മ്യൂസിക് കമ്പോസറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ. അപ്പോൾ അതിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാമോ? സിനിമ കളിയാട്ടം, സംഗീതവും വരികളും കൈതപ്രം സാറ്. വർഷം 1997. വെരി ഗുഡ്. നന്നായിട്ട് പാടണേ കുഞ്ഞെ. ഇന്ന് എല്ലാം ഓക്കെ ആണല്ലോ? ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെ ആണോ? ഹോസ്പിറ്റലിൽ പോയ പോലെ ചോദിക്കണം. ശ്വാസം വലിച്ചു വിട്ടത്. തറയിൽ പോന്നു വന്നവളെ ചെമ്മരത്തിയെ ദാഹിക്കുന്നു സംഭാരം തരുമോ ചെമ്മരത്തിയെ. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു,
കത്തിയ വേർവേണീറ്റു കതിവന്നൂരം കുടകുമലയിലെ കണ്ണീരാ താഴ്വരയിൽ കളരികളേഴും കീഴടങ്ങി നിന്നു. ഈഴാഴികളും 17 മലയും കതിവനൂർ വീരനെ എതിരേറ്റു നിന്നു. ഏഴിനും മീതെ മണിശങ്കു മുഴങ്ങി വില്ലാളി വീരനെ മാളൂരു വണങ്ങി. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി പൂങ്കോഴി കരഞ്ഞു കളിത്തോഴി ഉറങ്ങി. അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. കേട്ടിലയോ നീ മകളെ എൻ ചെമ്മരത്തിയേ ആദിത്യചന്ദ്രന്മാർ ചതിയാലി മറഞ്ഞു. കളരി വിളക്കുകൾ കൊടും കാറ്റിലണഞ്ഞു. കലിതുള്ളി ഉറയുന്ന കതിവനൂർ വീരനെ കുടകന്റെ കൈകൾ ചതി കൊണ്ടു ചതിച്ചു. കണ്ണീരു വീടിൻ മലനാടു മുങ്ങി. പോർവിളി കേട്ടെന്റെ മനക്കോട്ട നടുങ്ങി. കതിവനൂർ വീരന്റെ കഥ കേട്ടു പിടഞ്ഞു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി പൂങ്കോഴി കരഞ്ഞു കോടിമാർ പിരിഞ്ഞു. ചതിത്തീലവളന്നുടലോടെ മറഞ്ഞു. കതിവനൂർ വീരന്റെ കനലോടു ചേർന്നവൾ സ്വർഗത്തിലേക്കൊരു കിളിയായി പറന്നു. ആഹാ വെരി ഗുഡ് മോളെ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ശ്യാം, സ്വാതി, സൂപ്പർ. എന്ത് രസം ആ ടെക്സ്ചർ കേൾക്കാന്ന് അതെ, അറിയോ അതെ. വോയിസിന്റെ. സോ ബ്യൂട്ടിഫുൾ. നല്ല ഡിവൈൻ ആയിരുന്നു, ഓ, ശരി. ഡിവിനിറ്റി. നമ്മുടെ ചെണ്ട മനുഷ്യൻ മുരളിയണ്ണൻ, നമ്മുടെ തബല മനുഷ്യൻ ആനന്ദണ്ണൻ, പിന്നെ നമ്മുടെ ഹൃദം മനുഷ്യൻ മധുമാമ. ഓ എന്താ പറയുന്നു? ഓ എന്നാ പറയാനാ. മെനുട്ടി, എന്തോ ഓക്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം അറിയാമോ? ആ, എവിടെയാ? അയ്യോ അങ്ങനെ എനിക്കറിയത്തില്ല. ന്യൂസിലൻഡിലാണോ? അല്ല, ആ. ആഫ്രിക്കയില്. ഓ ആണോ, റിയലി? ന്യൂസിലൻഡ് ഓക്കെ. ആ വെല്ലിംഗ്ടൺ, വെല്ലിംഗ്ടൺ. ന്യൂസിലൻഡ്, അഡിലൈഡ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. ആര് ചേച്ചി പറഞ്ഞത്? ഈ ഇടങ്ങളിലൊക്കെ പോയിട്ട് വന്ന മനുഷ്യരാരാ? അത് നമ്മുടെ മധു മനുഷ്യൻ. അപ്പൊ ഒരു ഗ്രാൻഡ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അതെ, മധുക്കുട്ടൻ, അതെ. അല്ലേ? വെൽക്കം ബാക്ക് മധു. അപ്പൊ താങ്ക് യു. ചിത്ര ചേച്ചിയുടെ കൂടെയായിരുന്നു. ചിത്ര ചേച്ചി ഞങ്ങളുടെ കൂടെ. എല്ലാം ഗംഭീരായില്ലേ? എല്ലാം ഗംഭീരായി. ദൈവത്തിന് അനുഗ്രഹം. അയ്യോ സുഷ ഉണ്ടായിരുന്നു, സുഷ ഉണ്ടായിരുന്നു. ശാന്ത ഉണ്ടായിരുന്നു അവിടെ. അതെ അതെ. അപ്പൊ സുഷ് മനുഷ്യനും മധു മനുഷ്യനും കൂടി അവിടെ പോയി തകർത്തു. അതെ. അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ആദരത്തിൽ ആദ്യം മധു മാമൻ പറയട്ടെ. ശരി, അത് മാമൻ പറ. പ്രതീക്ഷിച്ചില്ല അല്ലേ? ശിവകാമേ ഉഗ്രനായിട്ട് പാടി. നന്നായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ പാടാൻ പറ്റിയില്ല നമ്മൾ അല്ലേ? ആ എന്തായിരുന്നു? ഛർദിക്കാൻ മുട്ടി. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആണ്. അത് പാട്ട് കേട്ടപ്പോ മനസ്സിലായി. നന്നായിട്ട് പാടി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത്. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി പൂങ്കോഴി കരഞ്ഞു കളിത്തോഴി ഉറങ്ങി. അവൾ
സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടേ നല്ല ഐശ്വര്യവും ആ പാട്ടും ഈ സെറ്റ് സാരിയൊക്കെ അതും തമ്മിൽ നല്ല മാച്ചിങ് ആണ് കേട്ടോ, ഉഗ്രനായിട്ടുണ്ട്. പിന്നെ ആ പല്ലവിയിൽ മാത്രം തുണ്ടു പല്ലവിയെ പാടിയില്ല, ഫസ്റ്റ് പല്ലവി അല്ല ചെമ്മരത്തിന്ന് പാടിയത് മാത്രം ചെറുതായിട്ടൊന്ന് എന്തോ വോയിസിന് അടഞ്ഞ പോലെ തോന്നി, ചെറിയൊരു ആട്ടം തോന്നി ശ്രുതി കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടായി അവരുടെ മൊത്തത്തിൽ എല്ലാം കേട്ടപ്പോൾ, മോളുടെ പാട്ടും ആ അവർ ചേർന്നുള്ള ആ ഭാഗമൊക്കെ എല്ലാം കൂടി ചേർന്ന് കേട്ടപ്പോഴേ. അപ്പൊ എന്തായാലും കൊള്ളാം, കലക്കി മിടിക്കുകയാണ്. ശിവകാമി എന്ന് പറഞ്ഞ ആരാ? ഒരു സംഭവമാണ്. ഒരു പ്രാവശ്യം പാടിയാൽ 100 പ്രാവശ്യം പാടിയതുപോലെ. അതാണ് ശിവകാമിയുടെ ഒരു പ്രത്യേകത. ആ, അത്രയും സുന്ദരായിരിക്കും എപ്പോഴും. അപ്പൊ കുഞ്ഞിന്റെ വയ്യാകൊക്കെ പോയാ? പൂവാവു പോയാ? അങ്ങനെ പറയാറില്ലേ? ഇപ്പൊ ഓക്കെയാണ്, അതറിഞ്ഞാ മതി. അപ്പോഴാണ് നിങ്ങൾക്കുള്ള സന്തോഷമുള്ളത് കേട്ടോ. ഈ കതിവനൂർ വീരൻ എന്ന് പറഞ്ഞ ആരാ മീനൂട്ടി? ഏതോ ഒരു വീരനാ. ഏതൊരു വീരനാ? ആണോ? തെയ്യമാണ് നമ്മൾ ബാക്കിൽ കണ്ടേ. ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏറ്റവും പ്രശസ്തമായ തെയ്യങ്ങളിൽ ഒന്നാണ് കതിവനൂർ വീരൻ. അതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കഥയിൽ പറയുന്നത് മന്ദപ്പൻ എന്നാണ്. അപ്പൊ ഒരു നല്ലൊരു പോരാളിയായിരുന്നു. അപ്പൊ കണ്ണൂരിൽ നിന്ന് കൊടകിലോട്ട് അമ്മാവന്റെ വീട്ടിലേക്ക് താമസം മാറ്റി മന്ദപ്പൻ. ഓക്കെ, അപ്പൊ അവിടെ ചെന്നിട്ട് ചെമ്മരത്തിയെ കല്യാണം കഴിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ കുടകില് പോരാളികളുമായിട്ടുള്ള വലിയൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തില് ഐതിഹാസികമായിട്ട് പോരാടി ആര്? കതിവനൂർ വീരൻ, മന്ദപ്പൻ. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതില് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ക്ഷതങ്ങളേറ്റ് ഒരു വിരലൊക്കെ മുറിഞ്ഞു പോയി. പിന്നെ ശത്രുക്കൾ വന്നിട്ട് ഒരു 108 നുറുങ്ങുകളായിട്ട് ഇങ്ങനെ വെട്ടി അരിഞ്ഞു വീഴ്ത്തി. ഇതറിഞ്ഞിട്ട് ചെമ്മരത്തി സഹിക്കാൻ പറ്റാതെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു വീരദൈവമായിട്ട്, ഒരു തെയ്യമായിട്ട് ഇദ്ദേഹത്തിനെയാണ് കതിവനൂർ വീരൻ എന്ന് പറയുന്നത്. അതാണ് ഇതിൽ ചെമ്മരത്തി വരുന്നത്. ചെമ്മരത്തിയെ പറ്റിയുള്ള പാട്ടുകൾ നമ്മുടെ സ്വാതിയും ശ്യാമും കൂടെ പാടിയത്. അതാണ് അതിന് സ്പിരിച്വാലിറ്റി കൊടുക്കുന്നത്. തോറ്റം പാട്ടാണ് ശരിക്കും. അപ്പൊ അത് കളിയാട്ടത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കഥ പറഞ്ഞത്. ഓക്കെ, പിന്നെ എനിക്ക് ഇത് സ്റ്റോറി ടെല്ലിംഗ് അല്ലേ, കഥ പറയല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കൊടുങ്കാട്ടിൽ അലഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ, ശിവകാമി കുഞ്ഞ് നമുക്കൊരു കഥ പറഞ്ഞു തരുന്ന പോലെ അത്രയും സുന്ദരമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഉണ്ണാതെ എന്ന് പാടിയില്ലേ, അവിടെ എന്തോ ഒരു ചെറിയൊരു സങ്കടം. കാരണം ചെമ്മരത്തി ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ ഈ മന്ദപ്പന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണാതെ കുഞ്ഞ് അതൊന്നും അറിയുന്നില്ലെങ്കിലും ആ ഉണ്ണാതെ എന്നുള്ള ഇടത്തിൽ ആ ഒരു ഇമോഷൻ വന്നു. അതെങ്ങനെ പാടിയത്? അവൾ മാത്രമുണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. എപ്പോഴും രണ്ടാമത് പാടാൻ പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തെ ഇൻവോൾവ്മെന്റ് ചിലപ്പോൾ ഇപ്പൊ കിട്ടൂല. ആദ്യം നല്ല സൂപ്പർ ആയിരിക്കും. 2 ലൈൻ മുമ്പ് പാടി വന്നാൽ ചിലപ്പോ ശരിയാവും. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകൂലും ചെമ്മരത്തി. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകൂലും ചെമ്മരത്തി. പൂങ്കോടി കരഞ്ഞു, കളിത്തോഴി ഉറങ്ങി, അവൾ മാത്രമുണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. കോൺഷ്യസ് ആയി. അപ്പൊ ഉണ്ണാതെ എന്നുള്ളത് വളരെ നന്നായിരുന്നു. അതുപോലെ നോമ്പ് നോറ്റിരുന്നു തുടക്കത്തിലല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ചിത്രചിചിക പാടുന്നതിന്റെ ചില ഭാവങ്ങളുടെ ചില അനുരണനങ്ങൾ അല്ലേ മീനുട്ടി പറയണ്ടേ, അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അനുനയനങ്ങളോ? അത് മീനുട്ടിയുടെ ശരിക്കുള്ള പേര് അനുനയ. അത് ഞാൻ പോലും മറന്ന് 5 മിനിറ്റ് കഴിഞ്ഞായിരിക്കും കത്തിയത്. എനിക്ക് തോന്നി. എനിക്കൊരു സംശയം, ശരിക്കും ആർക്കെങ്കിലും അറിയോ ആ പേര്? കോളേജിലും സ്കൂളിലൊക്കെ അറിയാം. അനുനയെ വിളിക്കോ? എന്തോ ഇല്ല സർട്ടിഫിക്കറ്റിൽ അനുനയെന്ന് ആരും വിളിക്കാറില്ല. അപ്പൊ എല്ലാവരെയും അനുനയിപ്പിച്ചു കൊണ്ടുപോകുന്ന ആരാ? അനുനയ. മലയാളം അറിയാത്തവരാണെങ്കിൽ അനുനയ അങ്ങനെ പറയും. അപ്പൊ അനുനയനങ്ങളുണ്ടായിരുന്നു അല്ലേ? അതെ, അത് ഗംഭീരമാണ് അല്ലേ ക്യാപ്റ്റൻ? യെസ്.
ശിവകാമി കുട്ടി നല്ല സുന്ദരിയായിട്ട് പാടി താങ്ക് യു. കേട്ടോ. നല്ല സെറ്റ് മുണ്ടൊക്കെ ഇട്ട് മിടുക്കിയായിട്ട് പാടി. ഒരുപാട് ഭാഗങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. കഥ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ശിവകാമി കുട്ടിയും ആ കഥയുടെ കൂടെ ലയിച്ച് അലിഞ്ഞിട്ടാണ് ഈ പാട്ട് പാടിയത് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ആദിത്യ ചന്ദ്രന്മാർ ചതിയാലെ മറഞ്ഞു, കളരി വിളക്കുകൾ കൊടും കാറ്റിലണഞ്ഞു, കലി തുള്ളി ഉറയുന്ന കതിവനൂർ വീരനെ, കുടകന്റെ കൈകൾ ചതി കൊണ്ടു ചതിച്ചു. എനിക്ക് ആകെ തോന്നിയത് ഒരു പേടിയുണ്ടായിരുന്നു എവിടെയോ. ഒരു 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 പേടിയില്ലായിരുന്നു. ഒരു ഭയം ഉള്ള പോലെ, തൊണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വിറക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. അത് മാത്രമേ ഇന്ന് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ നല്ല മിടുകിയായിട്ട് പാടി. എനിക്ക് ഒത്തിരി വരികൾ ഇഷ്ടപ്പെട്ടു. MJ സർ പറഞ്ഞ ഭാഗമാണ് എനിക്കും ഫേവറേറ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ അത്ര സെറ്റാവും ചെയ്തില്ല, കുഴപ്പമില്ല. പക്ഷെ മിടുകിയായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഞാൻ മിസ് ചെയ്തു കേട്ടോ. എത്ര ദിവസമായി കണ്ടിട്ട്. ഇത്രയും ദിവസം മിസ് ചെയ്തോന്ന്. അതെ ഞാനും മിസ് ചെയ്തു. ശരിക്കും വെറുതെ പറയുന്നത്, ആരും മിസ് ചെയ്തില്ല. എനിക്ക് തോന്നി, എനിക്കറിയാം. മിസ് ചെയ്തു. ഞാൻ പറയുന്നുണ്ടായി. ആദ്യം വന്നപ്പം ഉണ്ണിമേനോൻ സാറായിരുന്നു, അപ്പൊ ഞാൻ മിസ് ചെയ്തായിരുന്നു. അവൻ മിസ് ചെയ്തായിരുന്നു. ചുമ്മാടാ മീനുട്ടി പറഞ്ഞ ചുമ്മാടേ. കാരണം ഉണ്ണിച്ചേട്ടൻ വരുമ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടൻ അടുത്ത് പറയും, ഉണ്ണിങ്ങളെ ഇത്രയും നാളെ മിസ് ചെയ്തു പറയും. മധു പറയുമ്പോഴത്തേക്കും മധുവിന്റെ അടുത്ത് പറയും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഒരേ സമയം മിസ് ചെയ്തു. ഞാൻ മിനുട്ടി തമ്മിൽ ഒരു പ്രത്യേക ബോണ്ട് ഉണ്ട് അല്ലേ? അതൊന്നും അറിയോ? അതെ അതെ. മീനൂട്ടിക്ക് എന്ത് കൊണ്ടുവന്നു അല്ല, ഓസ്ട്രേലിയ? ഇപ്രാവശ്യം ഞാൻ ഒന്നും പറഞ്ഞു വിട്ടില്ലായിരുന്നു. അതേപടി കൊണ്ടുവരും. പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരും. നമുക്ക് തീരാറായിട്ടില്ല. പറഞ്ഞാൽ മതി. ഞാൻ വീണ്ടും പോകുന്നുണ്ട് അടുത്ത് തന്നെ. നല്ല ചെലവാ. ശിവകാമി കുഞ്ഞെ എന്തോ 89 അത് തിരിച്ചിട്ട് എത്ര? 98. അപ്പൊ 98 100 ശിവകാമി കുഞ്ഞിന്. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു. അപ്പൊ ശിവകാമിക്കുട്ട, ഇനിയിപ്പോ നമ്മുടെ സ്റ്റേജ് അല്ലേ, കൊറേ പാട്ടൊക്കെ പാടി. ഇനി ഇത് ഇനി അടുത്ത സ്റ്റേജ് തൊട്ട് നമ്മൾ ഇനി വീണ്ടും വീണ്ടും തകർക്കണം എന്നൊരു വാശിക്ക് വരണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. മാമയിൽ